ലാസ്റ്റ് 2 months ആയിട്ട് എനിക്ക് വരുന്നൊരു മെയിൻ DM, ബ്രോ ഈ മന്ത് എന്താണ് PNL ഇല്ലാത്തത്, എന്താണ് ബ്രോ ലോസിലാണോ, അതുകൊണ്ടാണോ അപ്ഡേറ്റ് ചെയ്യാത്തത്. എല്ലാ മാസവും PNL അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അൺനെസസറി തിങ് ആണ്. മെയിൻ റീസൺ വേറെ ഒന്നുമല്ല, ഞാൻ ഇനിഷ്യലി ഇതെല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് ലാസ്റ്റ് ഇയർ നവംബർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഈ ഇയർ നവംബർ വരെ നമ്മൾ പ്രോപ്പർ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എല്ലാ മന്തും കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 1 year PNL പ്രൊഫൈലിൽ വിസിബിൾ ആണ്. ഞാനത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് ലോസിലായതുകൊണ്ടല്ല. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ലോസിലായതുകൊണ്ടല്ല. ഇവൻ ദോ ഡിസംബറിന്റെ നമ്മുടെ പേ ഔട്ട്, ഫണ്ട് പേ ഔട്ടിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ സ്റ്റോറീസ് ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അവിടെ പറയാനുള്ളത് ഒരു വാലിഡേഷൻ, അതായത് ആളുകൾക്ക് ഉള്ളത് ഒരു വാലിഡേഷൻ മൈൻഡ് സെറ്റ് ആണ്. അതായത് ഇവൻ ട്രേഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ PNL കാണിക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ PNL കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ചോദ്യം ചോദിക്കുന്നവരോട് തിരിച്ച് ചോദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. എൻ്റെ PNL കണ്ടു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ എടുക്കാം. നിങ്ങൾ എൻ്റെ മെന്റർഷിപ്പ് എടുക്കാൻ വരുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക, ഒരു സ്റ്റുഡന്റ് ആണെന്ന് കരുതുക. എൻ്റെ PNL കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 30,000 മെന്റർഷിപ്പ് ഉള്ള നിങ്ങൾ 1 lakhന് എടുക്കുമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ റീസൺ, എൻ്റെ PNL കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ എന്നല്ല ഏതൊരു വ്യക്തിയുടെയും PNL കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? PNL കൂടെ കണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ അധികമായിരിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ സ്ട്രാറ്റജിയുടെ റിസൾട്ട് കാര്യങ്ങൾ അറിയാവുന്ന സ്റ്റുഡൻസ്, നമ്മൾ കുറെ നാൾ ഫോളോ അപ്പ് ചെയ്ത് ആലോചിച്ച് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. കാരണം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടുക എന്നുള്ളത് ഇച്ചിരി പാടാണ്. അതിന്റെ കൂടെ ആലോചിച്ച് നോക്കി, ഞാനിപ്പോൾ കാണിക്കുവാണ്, ഇതാണ് എൻ്റെ PNL. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ എന്ത് വരും? മെന്റർ ഇത്ര ഉണ്ടാക്കുന്നുണ്ട്, സോ വി ക്യാൻ. പറ്റത്തില്ലെന്നല്ല പറയുന്നത്, യു ക്യാൻ, ബട്ട് ഇറ്റ് ടേക്സ് ടൈം. വാലിഡേഷൻ എന്നൊരു കാര്യം ഞാൻ നിർത്തി. നമ്മളൊരു പ്രോപ്പർ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ട്, മെന്റർഷിപ്പ് എടുത്തവർക്ക് ട്രസ്റ്റ് ഉണ്ട്. 10 പേര് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 100 പേര് വന്നു കഴിഞ്ഞാൽ 100 പേരും സക്സസ്ഫുൾ ആവത്തില്ല. എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ എടുത്താലും അത് തന്നെയല്ലേ. ഇപ്പോൾ MBA പഠിക്കുന്നു, BTech പഠിക്കുന്ന 100 പേരും പാസ്സായി ഇറങ്ങുന്നുണ്ടോ? അവർക്ക് ജോബ് കിട്ടുന്നുണ്ടോ? ആലോചിച്ച് നോക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ആലോചിച്ച് നോക്കുക. എല്ലാത്തിനും റിയലിസ്റ്റിക് സൈഡ് ഉണ്ട്. അത് ട്രേഡിംഗിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ BTech പഠിക്കുന്നതിനകത്ത് ഒരു 80% സ്റ്റുഡൻസും പാസ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ, ട്രേഡിംഗിലേക്ക് വരുമ്പോൾ അത് 20% പോകും. 20 പേരെ സക്സസ്ഫുൾ ആവും. 100 പേരിൽ 20 പേരെ ലോങ് ടൈമിൽ സസ്റ്റെയിൻ ചെയ്യും. ഈ 20 പേരിൽ 10 പേരെ ചിലപ്പോൾ നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയി പോകത്തുള്ളൂ. ഇതിന്റെ പകുതി ആൾക്കാരെ ഒരു 5 വർഷം കഴിയുമ്പോഴും മാർക്കറ്റിൽ കാണും. അതാണ് റിയാലിറ്റി ട്രേഡിംഗിന്റെ. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് പൈസ വെച്ച് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അവിടെ നമ്മുടെ സ്കില്ല് ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ മൈൻഡ് സെറ്റ് ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസും ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു 10-20 ലക്ഷം രൂപ കൊടുത്ത് ഒരു കോഴ്സ് പഠിച്ചിട്ട് ലൈക്ക് ഒരു 50,000 രൂപ സാലറിക്ക് ജോലിക്ക് പോകുന്ന അത്ര എളുപ്പമല്ല. അത് എളുപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്, ജോബ് കിട്ടാനും പാടാണ്. ബട്ട് സ്റ്റിൽ അത്ര പോലും എളുപ്പമല്ലാത്തൊരു കാര്യമാണ് ട്രേഡിംഗ്. കാരണം ഇവിടെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നാലേ നമ്മൾ സക്സസ് ആവും. അതിപ്പോൾ എൻ്റെ മെന്റർഷിപ്പ് എടുത്താലോ, നിങ്ങൾ ഏത് മെന്റർഷിപ്പ് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ സക്സസ്ഫുൾ ആവത്തില്ല അൺടിൽ നിങ്ങൾ വിചാരിക്കാതെ. മനസ്സിലായി? അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് മണി അല്ലെങ്കിൽ പ്രോഫിറ്റ് നിങ്ങൾ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നോ അന്നേ നിങ്ങൾ രക്ഷപ്പെടും. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം ഞാൻ ഇനിഷ്യൽ സ്റ്റേജസിൽ പ്രോഫിറ്റ് ഡ്രിവൺ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മേക്ക് ചെയ്യണം, മന്ത്ലി ഇത്ര മേക്ക് ചെയ്യണം, അപ്പോൾ അടുത്ത മന്ത് ഇത്ര കിട്ടണം, ഈ മന്ത് ഇത്ര കിട്ടണം. ഈ ഒരു കാൽക്കുലേഷൻ എന്ന് നിർത്തിയോ അന്നാണ് നമ്മൾ ശരിക്കും രക്ഷപ്പെടും. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ എന്നല്ല ആരുടെ PNL കണ്ടാലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ PNL പച്ചയാക്കാൻ നോക്കുക. ആ പച്ചയാകുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതിപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ അടുത്ത് വന്ന് പഠിക്കൂ, നിങ്ങളെ ഞാൻ പ്രോഫിറ്റബിൾ ആക്കാം, ഞാൻ പറയത്തില്ല, ഞാനത് എങ്ങും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് വന്ന് പഠിച്ചാലും, നിങ്ങൾ 1 കോടി രൂപ കൊടുത്ത് എവിടെ പോയി പഠിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ വിചാരിക്കും. അത് ഓരോ ആളുകളുടെയും മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റർ ചെയ്യും. സോ ബി ഇൻ റിയാലിറ്റി.